പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ഏപ്രിൽ 27 ഞായർ. പ്രധാന വാർത്തകൾ. ഗസബിൽ 2 വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മലയാളി യുവാവ് മരണപ്പെട്ടു. കൊല്ലം അഞ്ചൽ ഏരൂർ ഐലറ സ്വദേശി ഉത്രം വീട്ടിൽ ജിത്തു കൃഷ്ണനാണ് മരണപ്പെട്ടത്. സലാലയിൽ കോൺട്രാക്ടറിംഗ് കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ജിത്തു കൃഷ്ണൻ ജോലി ആവശ്യാർത്ഥമാണ് ഗസബിൽ പോയത്. വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെയാണ് അപകടം. 2 കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് കത്തുകയായിരുന്നുവെന്ന് ആണ് പ്രാഥമിക വിവരം. രണ്ടാമത് കാറിലുണ്ടായിരുന്ന ഏഷ്യൻ വംശജരായ 4 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. പരേതനായ ഗോപാലകൃഷ്ണനാണ് പിതാവ്. ഇദ്ദേഹം മുമ്പ് ഹൃദയാഘാതം മൂലം സലാലയിൽ വെച്ചാണ് മരണപ്പെട്ടത്. മാതാവ് അനിത കുമാരി, ഭാര്യ മീനു. മൃതദേഹം കസബ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. തുടർ നടപടികൾ പുരോഗമിക്കുന്നതായും ഇന്ത്യൻ എംബസി കോൺസുലാർ ഏജന്റ് ഡോക്ടർ കെ സനാതനൻ അറിയിച്ചു. നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകും. ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ എന്ന ശീർഷകത്തിൽ നടന്ന ഇബ്രി ഇന്ത്യൻ സ്കൂൾ 36ാം വാർഷികാഘോഷം വർണ്ണാഭമായി. സ്കൂൾ കൊയറിന്റെ ഒമാൻ ഇന്ത്യൻ ദേശീയ ഗാനത്തോടുകൂടി തുടക്കം കുറിച്ച പരിപാടിയിൽ സാലിം മുസബൽ അൽ കൽബാനി ഓഫ് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് മുഖ്യാതിഥിയായിരുന്നു. ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അറാക്ചിയുടെ പുസ്തകം മസ്കത്ത് അന്താരാഷ്ട്ര പുസ്തകമേളയിൽ പ്രകാശനം ചെയ്തു. ദി പവർ ഓഫ് നെഗോസിയേഷൻ എന്ന പുസ്തകമാണ് പുറത്തിറക്കിയത്. ബെയ്റൂത്തിലെ ദാർഹാഷിം പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ ചർച്ചകളുടെ സ്വഭാവം, ഗുണങ്ങൾ, ചർച്ച ചെയ്യുന്ന ആളുടെ സവിശേഷതകൾ, ഘട്ടങ്ങൾ, ആമുഖം, ആവശ്യകതകൾ എന്നിവ വിശദീകരിക്കുന്നു. 6 സമഗ്രമായ അധ്യായങ്ങളാണ് പുസ്തകത്തിൽ ഉൾപ്പെടുന്നത്. ICF മസ്കത്ത് റീജിയൻ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനുമായി ചേർന്ന് പ്രഥമ ശുശ്രൂഷയിലും മെഡിക്കൽ രക്ഷാപ്രവർത്തനത്തിലും പരിശീലനം സംഘടിപ്പിച്ചു. ജീവൻ രക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയും എന്ന ശീർഷകത്തിൽ സംഘടിപ്പിച്ച പരിശീലന ക്യാമ്പിൽ നിരവധി പ്രവാസി മലയാളികൾ മെഡിക്കൽ അടിയന്തരാവസ്ഥകൾ കൈകാര്യം ചെയ്യുന്നതിൽ പരിശീലനം നേടി. രോഗപ്രതിരോധ നടപടികൾ, ഹൃദയാഘാതം പോലെയുള്ള മെഡിക്കൽ അടിയന്തരാവസ്ഥകൾ, ചെറിയ പരിക്കുകൾക്കും രോഗങ്ങൾക്കും എളുപ്പമുള്ള പ്രഥമ ശുശ്രൂഷ എന്നിവയിലായിരുന്നു പരിശീലനം. വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ സുഹാർ വിലായത്തിൽ വിവിധ കടകളിൽ മോഷണം നടത്തിയ പ്രവാസിയെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. വാണിജ്യ കേന്ദ്രങ്ങളിൽ നിന്നും പണം അപഹരിച്ച അഫ്ഗാനിസ്ഥാൻ പൗരനാണ് ബാത്തിന പോലീസ് കമാൻഡിന്റെ പിടിയിലായത്. ഇയാൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. വിദ്യാർത്ഥികൾക്ക് ചിക്കൻ പോക്സ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ക്ലാസ് ഓൺലൈനിലേക്ക് മാറ്റിയ ദാർസെയ്ത്ത് ഇന്ത്യൻ സ്കൂൾ നടപടി തുടരും. അടുത്ത മാസം 1 വരെ ക്ലാസുകൾ ഓൺലൈൻ വഴിയാകുമെന്ന് പ്രിൻസിപ്പൽ രക്ഷിതാക്കൾക്ക് അയച്ച സർക്കുലറിൽ അറിയിച്ചു. ആരോഗ്യ മന്ത്രാലയം സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ വിഭാഗത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. വാരാന്ത്യം കഴിഞ്ഞാകും ഫിസിക്കൽ ക്ലാസുകൾ പുനരാരംഭിക്കുക. ബാൽവതിക മുതൽ 12 വരെയുള്ള മുഴുവൻ ക്ലാസുകളിലും പഠനം ഓൺലൈൻ വഴി ആകും. ബാൽവതിക KG ക്ലാസുകളിൽ കഴിഞ്ഞ ആഴ്ചയിൽ 2 ദിവസം അവധി നൽകുകയായിരുന്നു. അതേസമയം ചിക്കൻ ബോക്സ് ബാധിച്ചവരെയും ലക്ഷണങ്ങളുള്ളവരെയും അവരുടെ സഹോദരങ്ങളെയും ഓഫ്ലൈൻ ക്ലാസുകൾ പുനരാരംഭിക്കുന്ന ദിവസങ്ങളിലും സ്കൂളിലേക്ക് അയക്കരുത്. ചിക്കൻ ബോക്സ് ഭേദമാവുന്ന ഘട്ടത്തിൽ സ്കൂളിലെത്തുമ്പോൾ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അല്ലാത്തവർക്ക് ക്ലാസുകളിലോ ക്യാമ്പസുകളിലോ പ്രവേശനം അനുവദിക്കില്ല. അസുഖം ബാധിച്ച വിദ്യാർത്ഥികളുടെ വിവരം ക്ലാസ് അധ്യാപകരെ രക്ഷിതാക്കൾ അറിയിക്കണം. കുട്ടികൾക്ക് ആവശ്യമായ ആരോഗ്യ പരിചരണം ഉറപ്പുവരുത്തണമെന്നും സർക്കുലറിൽ ആവശ്യപ്പെട്ടു. ബർക്കയിലെ അൽ ഖുവൈറത്ത് ഹെൽത്ത് വില്ലേജിൽ സൗരോർജ്ജ പ്ലാന്റുകൾ നിർമ്മിച്ചു നൽകുന്ന പദ്ധതിക്ക് തുടക്കമായി. നാമ ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കമ്പനിയുടെ സാമൂഹിക നിക്ഷേപ സംരംഭങ്ങളുടെ ഭാഗമായാണ് പുനരുപയോഗ ഊർജ്ജത്തിലേക്കുള്ള പൊതുവായ പ്രവണതയെ പിന്തുണയ്ക്കുക എന്ന ലക്ഷ്യത്തിൽ
പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതി ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് പ്രാഥമിക യോഗം ബർഖ ഗവർണർ സയ്യിദ് താരിഖ് ബിൻ മഹ്മൂദ് ബിൻ അലി അൽ ബുസൈദിയുടെ ഓഫീസിൽ നടന്നു. യോഗത്തിൽ നിരവധി സർക്കാർ, കമ്മ്യൂണിറ്റി സ്ഥാപനങ്ങളും മുനിസിപ്പൽ കൗൺസിൽ അംഗങ്ങളും കൂടാതെ നാമ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയുടെയും കരാറുകാരായ അൽഫോർസാൻ അൽ അസ്ര കമ്പനിയുടെയും മാനേജ്മെന്റ് പ്രതിനിധികളും എഞ്ചിനീയർമാരും പങ്കെടുത്തു. സൗരോർജ്ജ പദ്ധതിയുടെ വിശദാംശങ്ങൾ യോഗത്തിൽ എഞ്ചിനീയർമാരുടെ സംഘം അവലോകനം ചെയ്തു. ഗുണഭോക്തൃ കുടുംബങ്ങളുടെ വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുന്നതിന് ഈ സംരംഭം സഹായകമാകും. അതോടൊപ്പം പ്രാദേശിക സമൂഹത്തിൽ പുനരുപയോഗ ഊർജ്ജത്തിന്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് നാമ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി വ്യക്തമാക്കി. ഒമാന്റെ മധ്യസ്ഥതയിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആണവ കരാർ ചർച്ച അടുത്ത ആഴ്ച തുടരും. ഇന്നലെ മസ്കത്തിൽ നടന്ന മൂന്നാം ഘട്ട ചർച്ചയിലാണ് തീരുമാനം. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ഒമാൻ പ്രതിനിധി മുഖേന 6 മണിക്കൂറാണ് പരോക്ഷ ചർച്ച നടത്തിയത്. അടുത്ത മാസം 3-ന് യൂറോപ്പിൽ 4ാം ഘട്ട ചർച്ച നടക്കുമെന്ന് ഒമാൻ വിദേശകാര്യമന്ത്രി ബദൽ അൽ ബുസൈദി അറിയിച്ചു. യൂറോപ്പിലെ ഏതെങ്കിലും ഒമാൻ എംബസിയിലായിരിക്കും ചർച്ച. ആണവായുധങ്ങൾ സ്വന്തമാക്കുന്നതിനുള്ള ഇറാന്റെ നീക്കം തടയുന്ന കരാറിൽ വൈകാതെ ഒപ്പുവെക്കാനാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശ്വാസം പ്രകടിപ്പിച്ചു. റിസാല സ്റ്റഡി സർക്കിൾ ഒമാൻ നാഷണൽ വിസ്ഡം ക്ലസ്റ്റർ കരിയർ ഗൈഡൻസ് വെബിനാർ സംഘടിപ്പിക്കുന്നു. 10-12 ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്കാണ് പങ്കെടുക്കാൻ അവസരം. ഈ മാസം 30-ന് രാത്രി 8:30 ഓൺലൈനായാണ് വെബിനാർ സംഘടിപ്പിക്കുന്നത്. കരിയർ സ്മാർട്ട് ചോയ്സ് ഫോർ ലൈഫ് എന്ന പേരിൽ നടക്കുന്ന സെഷൻ CKM റഫീഖ് നേതൃത്വം നൽകും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 9687 939080 9689760072 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരളവും ഒമാൻ ചെയർമാൻസ് 11-ഉം തമ്മിലുള്ള ഏകദിന പരമ്പരയിലെ 4ാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന്. ആമിറാത്തിലെ ഒമാൻ ക്രിക്കറ്റ് അക്കാദമി ഗ്രൗണ്ടിൽ രാവിലെ 10 മണിക്ക് കളി ആരംഭിക്കും. ആദ്യ 3 ഏകദിനത്തിൽ 2 ജയത്തോടെ ടൂർണമെന്റിൽ കേരളമാണ് മുന്നിൽ. 4 വിക്കറ്റിനായിരുന്നു കേരളത്തിന്റെ ആദ്യ വിജയമെങ്കിൽ 2ാം മത്സരത്തിൽ 32 റൺസിന് ഒമാൻ വിജയിച്ചു. എന്നാൽ 3ാം മത്സരത്തിൽ 76 റൺസിനുമായിരുന്നു കേരളത്തിന്റെ തകർപ്പൻ വിജയം. ഇന്നത്തെ മത്സരത്തിന് മുന്നോടിയായി ഇന്നലെയും ഇരു ടീമുകളുടെയും താരങ്ങൾ പരിശീലനത്തിനിറങ്ങി. സ്റ്റേഡിയത്തിൽ കാണികൾക്ക് പ്രവേശനം സൗജന്യമാണ്. വാഹനങ്ങളിൽ മോഷണം നടത്തിവന്നയാളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. മസ്കത്ത് ഗവർണറേറ്റിലെ ബൗഷർ വിലായത്തിൽ ഗാല ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നിന്നായി നിരവധി വാഹനങ്ങളിൽ നിന്ന് പണം മോഷ്ടിച്ച ആളെയാണ് കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയത്. വീടുകളിൽ നിന്ന് പൈപ്പുകളും കോപ്പർ വയറുകളും മോഷ്ടിച്ച കേസുകളിൽ പ്രതിയാണ് ഇയാളെന്നും പ്രതിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നതായും പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചു. അൽഖൂത്ത് സൗഹൃദവേദിയും മെട്രോ ഹോസ്പിറ്റലും ചേർന്ന് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വെള്ളിയാഴ്ച നടന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പിൽ സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. വിവിധ തരം മെഡിക്കൽ ടെസ്റ്റുകളും സൗജന്യ ഡോക്ടർ പരിശോധനയും മെഡിക്കൽ ക്യാമ്പിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു. ലോക കേരള സഭാംഗവും പ്രവാസി ക്ഷേമനിധി ബോർഡ് ഡയറക്ടറുമായ വിൽസൺ ജോർജ് മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.